Okay. So, this is a question. Given and g of n is equal to 1, 0, 1, 0 and h of n is equal to 1, 2, 2, 1. Find the 4-point DFT of the sequence using single 4-point DFT. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് പഠിച്ചത്. ഒന്ന്, അപ്പം നമുക്ക് രണ്ട് സീക്വൻസസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതായത് ജി ഓഫ് എന്നും എച്ച് ഓഫ് എന്നും എന്ന് പറഞ്ഞാൽ രണ്ട് റിയൽ സീക്വൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഡി എഫ് ടി കാണുന്നതിന് പകരം ഒറ്റ ഡി എഫ് ടി വെച്ച് കണ്ടുപിടിക്കുക. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ. ഇപ്പൊ ഇവിടെ നമുക്ക് ജി ഓഫ് എൻ എന്ന് പറയുന്ന ഒരു റിയൽ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. എച്ച് ഓഫ് എന്നും കൊടുത്തിട്ടുണ്ട് 4 എണ്ണം. അതാണ് 1, 2, 3, 4. ഇനി നമ്മളോട് പറഞ്ഞേക്കണത് ഇതിന്റെ ഡി എഫ് ടി കാണണം. പക്ഷെ ഡി എഫ് ടി കാണണമെങ്കിൽ യൂസിങ് സിംഗിൾ 4-point ഡി എഫ് ടി. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ നമുക്ക് 4-point ഡി എഫ് ടി, അതായത് ജി ഓഫ് കെയും എച്ച് ഓഫ് കെയും തന്നെ കാണണം. പക്ഷെ നോട്ട് ബൈ ഫൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് ജി ഓഫ് കെ എച്ച് ഓഫ് കെ വഴിയല്ല, ഒരു സിംഗിൾ 4-point ഡി എഫ് ടി വെച്ച് വേണം ചെയ്യാൻ. അപ്പൊ അതിന്റെ മെത്തേഡാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡിങ് ദ ഡി എഫ് ടി ഓഫ് 2 റിയൽ സീക്വൻസസ് യൂസിങ് സിംഗിൾ എൻഡ്-പോയിന്റ് ഡി എഫ് ടി. ആ ടോപ്പിക്കിൽ വരുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് എഫ് എഫ് ടിയിലെ ഫസ്റ്റ് പാർട്ട് ഞാനൊരു വീഡിയോ ഇട്ടതിലെ ആദ്യത്തെ ടൈപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മൾ ഒരെണ്ണം ഡിസ്കസ് ചെയ്യുന്നത്. അതേന്റെ തന്നെ സെയിം ടൈപ്പ്, ദാറ്റ് ഇസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഡി എഫ് ടി ഓഫ് 2 റിയൽ സീക്വൻസ്. രണ്ട് റിയൽ സീക്വൻസ് ആണ് ഇത് രണ്ടും. അതിന്റെ ഡി എഫ് ടി ബൈ യൂസിങ് സിംഗിൾ 4-point ഡി എഫ് ടി. സിംഗിൾ 4-point ഡി എഫ് ടി വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇത് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ജി ഓഫ് എന്നും എച്ച് ഓഫ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒറ്റ സീക്വൻസ് ആക്കണേ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ആക്കി മാറ്റുക. കോംപ്ലക്സ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ജി ഓഫ് എൻ പ്ലസ് ജെ ഇൻറ്റു എച്ച് ഓഫ് എൻ. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താവും? 1 പ്ലസ് 1 ഇൻറ്റു ജെ. അടുത്തത് 0 പ്ലസ് 2 ഇൻറ്റു ജെ. അടുത്തതോ 1 പ്ലസ് 2 ഇൻറ്റു ജെ. അടുത്തതോ 0 പ്ലസ് 1 ഇൻറ്റു ജെ. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. അതായത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സീക്വൻസ് ആക്കി മാറ്റി. ആ സീക്വൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയി. ഫസ്റ്റ് 1 പ്ലസ് ജെ ഇൻറ്റു എച്ച് ഓഫ് എൻ. അപ്പൊ ജി ഓഫിന്റെ ഫസ്റ്റ് വാല്യൂ എന്താ? 1 പ്ലസ് ജെ ഇൻറ്റു ഇവിടുത്തെ വാല്യൂ എന്താണ്? 1. അങ്ങനെയാണ് 1 പ്ലസ് ജെ എന്ന് വന്നത്. അടുത്ത ഇവിടെ 0 പ്ലസ് ജെ ഇൻറ്റു 2, അങ്ങനെയാണ് 2j. അങ്ങനെ നമ്മൾ ഇതിന്റെ കോംപ്ലക്സ് സീക്വൻസ് എടുത്ത് എഴുതി. ഇനി കോംപ്ലക്സ് സീക്വൻസ് ആയെങ്കിൽ ഇത് ഒരൊറ്റ എണ്ണായി. ഇനി ഇതിന്റെ എന്ത് ചെയ്യണം? ഇതിന്റെ നമുക്ക് ഡി എഫ് ടി കാണണം. അപ്പോൾ ഒന്നെങ്കിൽ ഡി ഐ എഫ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡി ഐ ടി വെച്ച് ചെയ്യാം. ഞാനിവിടെ ഡി ഐ എഫ് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡി ഐ എഫ് വെച്ച് എഴുതുമ്പോൾ? ഇത് 4 എണ്ണാണുള്ളത്. 1, 2, 3, 4. കണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സീക്വൻസിന്റെ ഒറ്റ ഡി എഫ് ടി വെച്ചാണ് കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ 4-point ഡി എഫ് ടി ഓഫ് ദീസ് 2 റിയൽ സീക്വൻസസ് യൂസിങ് സിംഗിൾ 4-point. അപ്പൊ ഈ രണ്ട് സീക്വൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതിന് പകരം ഒറ്റ സീക്വൻസ് ആക്കി മാറ്റിയിട്ട് ഡി എഫ് ടി കാണുന്നു. ഇതാണ് ആ മെത്തേഡ്. ഇപ്പൊ എവിടെയെങ്കിലും രണ്ട് സീക്വൻസ് കൊടുത്തിട്ട് ഒറ്റ ഡി എഫ് ടി വെച്ച് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് സീക്വൻസിനെ എടുത്ത് എഴുതിയിട്ട് അതിനെ രണ്ടും കൂടെ ചേർത്ത് ഒരു കോംപ്ലക്സ് സീക്വൻസ് ആക്കി മാറ്റുക. അപ്പൊ നമുക്കിത് ഒരൊറ്റ ഡി എഫ് ടി ആയി. ഇനി ഇതിന്റെ ഡി എഫ് ടി കാണാം. ഇതിന്റെ ഡി എഫ് ടി ഒന്നെങ്കിൽ ഡി ഐ ടി വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡി ഐ എഫ് വെച്ച് ചെയ്യാം. ഡി ഐ എഫ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഇവിടെ എഴുതേണ്ടത് നോർമൽ ഓർഡർ ആയിരിക്കും. ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? റിവേഴ്സ് ഓർഡർ ആയിരിക്കും. ഇത് 4 എണ്ണ ഉള്ളതുകൊണ്ട് 1, 2, 3, 4 ആയതുകൊണ്ട് ട്യൂഡൽ ഫാക്ടർ ഏതൊക്കെ വരും? W40 വരും, W41 വരും. W40യുടെ വാല്യൂ 1ഉം W41ന്റെ വാല്യൂ -j ആണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പൊ ഇനി നേരത്തെ ചെയ്ത പോലെ 1 പ്ലസ് ജെ 2j, 1 പ്ലസ് 2j j വെച്ച് ചെയ്ത് സാധാരണ ഡി ഐ എഫ് വെച്ച് ചെയ്ത് നമുക്ക് എക്സ് ഓഫ് 0 കിട്ടും, എക്സ് ഓഫ് 2 കിട്ടും, എക്സ് ഓഫ് 1 കിട്ടും, എക്സ് ഓഫ് 3. അത് കിട്ടിയതാണ് 2 പ്ലസ് 6j 2 1 മൈനസ് ജെ മൈനസ് 1 മൈനസ് ജെ. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡി എഫ് ടി കണ്ടുപിടിച്ചു. ഡി എഫ് ടി കണ്ടുപിടിച്ചപ്പം ഇത് റിവേഴ്സ് ഓർഡറിലാണ് കിടന്നത്. അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എടുത്ത് എഴുതി. അപ്പൊ ആദ്യത്തെ എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 2 പ്ലസ് 6j ഇവിടെ എടുത്ത് എഴുതി. അടുത്തത് എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 1 മൈനസ് ജെ ഇവിടെ എടുത്ത് എഴുതി. അടുത്തത് എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 2 ആണ്, അത് ഇവിടെ എടുത്ത് എഴുതി. എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് -1 മൈനസ് ജെ. ഇത്രയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒറ്റ ഡി എഫ് ടി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ്? രണ്ട് ഡി എഫ് ടിയും കാണണം. അതായത് ജി ഓഫ് എന്നിന്റെ ഡി എഫ് ടിയും കാണണം, എച്ച് ഓഫ് എന്നിന്റെ ഡി എഫ് ടിയും കാണണം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചേക്കണ എന്ത് മാത്രമാണ്? എക്സ് ഓഫ് കെ മാത്രമാണ്.
അപ്പോൾ ഈ ഡി എഫ് ടിയിൽ നിന്ന് എങ്ങനെ ജി ഓഫ് കെയും എച്ച് ഓഫ് കെയും കണ്ടുപിടിക്കുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ജി ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. എക്സ് ഓഫ് കെ എന്ന് പറയുന്ന ഇതും എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 1, 2, 3, 4. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് നമുക്ക് രണ്ട് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. നമ്മളോട് കാണാൻ ചോദിച്ചേക്കണത് ഏതാണ്? ജി ഓഫ് എന്നും എച്ച് ഓഫ് എന്നും. അപ്പോൾ നമുക്ക് ജി ഓഫ് കെയും കാണണം, എച്ച് ഓഫ് കെയും കാണണം യൂസിങ് എക്സ് ഓഫ് കെ. അപ്പോൾ നമ്മൾ എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചു. ഇനി ആ കിട്ടിയ എക്സ് ഓഫ് കെയിൽ നിന്ന് എങ്ങനെ ജി ഓഫ് കെയും എച്ച് ഓഫ് കെയും കാണുന്നു, അതാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ കിട്ടിയ എക്സ് ഓഫ് കെയിൽ നിന്ന് നമ്മൾ ജി ഓഫ് കെ എങ്ങനെ കണ്ടുപിടിക്കും? ജി ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിന് ക്വസ്റ്റ്യനിൽ 4 ആണ്. അപ്പോൾ കെക്ക് എവിടെ തൊട്ട് വേരി ചെയ്യാം? 0 തൊട്ട് n-1 വരെ വേരി ചെയ്യാം. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പം 1, 2, 3, 4 ആയതുകൊണ്ട് എവിടം വരെ വേരി ചെയ്യും? 0 to n-1 വരെ ആകുമ്പം 0, 1, 2, 3 n-1 4-1 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 വരും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വാല്യൂസ് വരും? ഇതിൻ്റെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. ആദ്യം കെക്ക് 0 ഇട്ട് കൊടുക്കുക. കെക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് 4 - 0, അതായത് എക്സ് സ്റ്റാർ ഓഫ് 4 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 പിന്നെ 4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം, പക്ഷേ എക്സ് സ്റ്റാർ ആണ്. അപ്പോൾ എന്ത് വരും? 2 + 6j പ്ലസ് ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 - 6j. എന്നിട്ട് ഇത് സാധാരണ പോലെ നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? G1 of 1. G1 of 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 3. ഇനി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 - j. 1 - j. എക്സ് സ്റ്റാർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ? -1 - j ആണ്. അപ്പം -1 - jയുടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? -1 + j എന്ന് വരും. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0 കിട്ടി. അടുത്തതോ? G1 of 2. G1 of 2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് 2 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 2 ആണ്. എക്സ് സ്റ്റാർ ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് 2 തന്നെയല്ലേ? അതുകൊണ്ടാണ് ഹാഫ് ഇൻറ്റു 2 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? G1 of 3. G1 of 3 എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് 3 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 4 - 3. 4 - 3 എന്ന് പറഞ്ഞാൽ 1. എക്സ് ഓഫ് 3യുടെ വാല്യൂ -1 - j ആണ്. എക്സ് സ്റ്റാർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. നോക്കിയേ, ഇവിടെ 1 എന്ന് പറയുന്നത് എന്താ? 1 - j. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊരു? 1 + j. അതാണ് ഞാൻ ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ എന്ത് കിട്ടി? -1 - j പ്ലസ് 1 + j. അതും ആൻസർ 0 എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് ഇതെടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ G1 of k എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടിയ വാല്യൂ ഏതാണ്? 2. രണ്ടാമത് കിട്ടിയ വാല്യൂ എന്താണ്? 0. പിന്നെ കിട്ടിയ വാല്യൂ ഏതാണ്? 2. പിന്നെ കിട്ടിയ വാല്യൂ ഏതാണ്? 0. അതാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയേക്കുന്നത് 2, 0, 2, 0. ഇനി അടുത്ത് നമുക്ക് എന്ത് കാണണം? എച്ച് ഓഫ് കെ. ജി ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് n-k ആണ്. ഇനി എച്ച് ഓഫ് കെ കാണണമെങ്കിൽ ഈ 1/2ൻ്റെ കൂടെ ഒരു ജെയും വരും. ഈ എക്സ് ഓഫ് കെ പ്ലസിന് പകരം എക്സ് ഓഫ് കെ മൈനസ് വരും. ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിലെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതെന്ത് വരും? എച്ച് ഓഫ് കെ എന്ന് പറയുമ്പോൾ 1/2j ഇൻറ്റു എക്സ് ഓഫ് കെ മൈനസ് എക്സ് സ്റ്റാർ ഓഫ് n-k. അപ്പോൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ, പക്ഷേ ഒരു വ്യത്യാസം എന്ത് വരും? ഇവിടെ ഒരു ജെയും വരും. നേരത്തെ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും. അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 / j. 1 / j എന്ന് പറയുന്നത് ഈക്വൽ ടു -j ആണ്. അത് മാത്രം ഓർത്തിരിക്കണം. -j വരാനുള്ള കാരണം 1 എന്ന് പറയുന്നത് ഓൾസോ ഈക്വൽ ടു j⁴ ആണ്. അപ്പോൾ j⁴ j എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് j³ ആണ്. j³ ആൻസർ എന്ന് പറയുന്നത് -j ആണ്. സോ ദാറ്റ് ഈസ് വൈ 1/j എന്ന് പറഞ്ഞാൽ -j തന്നെ വരും. അപ്പോൾ അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് കിട്ടും. ഇപ്പം നമുക്ക് അങ്ങനെ എച്ച് ഓഫ് കെയും കിട്ടി. എച്ച് ഓഫ് കെയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതെടുത്ത് എഴുതാം. അതെടുത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് കിട്ടിയ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ 6, രണ്ടാമത് കിട്ടിയ വാല്യൂ -1 - j, മൂന്നാമത് കിട്ടിയ വാല്യൂ 0, നാലാമത് കിട്ടിയ വാല്യൂ -1 + j. അപ്പോൾ അതെടുത്ത് എഴുതി കഴിഞ്ഞപ്പോൾ എച്ച് ഓഫ് കെ കിട്ടി. എച്ച് ഓഫ് കെ ബിക്കം 6 -1 - j 0 -1 + j. അപ്പം അങ്ങനെ രണ്ട് സീക്വൻസും ജി ഓഫ് കെയും എച്ച് ഓഫ് കെയും നമ്മൾ കണ്ടുപിടിച്ചു ബൈ യൂസിങ് സിംഗിൾ എക്സ് ഓഫ് കെ. അതിൽ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് n-kയും അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2j ഇൻറ്റു എക്സ് ഓഫ് കെ മൈനസ് എക്സ് സ്റ്റാർ ഓഫ് n-k.
അങ്ങനെയാണ് ഇപ്പം നമുക്ക് കൊടുത്തേക്കണ 2 സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസിന്റെ ഒറ്റ 4 DFT വെച്ച് കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചേ? ആദ്യം ഈ സീക്വൻസിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. കമ്പൈൻ ചെയ്തപ്പോൾ ഒരു കോംപ്ലക്സ് സീക്വൻസ് ആയി മാറി. ആ കോംപ്ലക്സ് സീക്വൻസിന്റെ DFT കണ്ടുപിടിച്ചു. ഞാനിവിടെ DIF വെച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് G(k)യും H(k)യും കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഫൈൻഡ് the 8-point DFT of the sequence using 4-point DFT. ഇതാണ് അടുത്ത ആപ്ലിക്കേഷൻ പ്രോബ്ലം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തേണ് 8 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ടത് 8 പോയിന്റ് DFT വെച്ചല്ല കാണേണ്ടത്, പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് 4-point DFT ആണ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നേക്കലയിൽ 8 പോയിന്റ് കാണും. ഈ 8 പോയിന്റിന് നമ്മൾ 8-point DFT വെച്ചല്ല കാണേണ്ടത്, ബൈ യൂസിങ് 4-point DFT. ഇങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻ കാണുകയുള്ളൂ, അല്ലാതെ ബൈ യൂസിങ് ആപ്ലിക്കേഷൻ ഓഫ് FFT എന്നൊന്നും പറയത്തില്ല. ഇത് കാണുമ്പോഴേ മനസ്സിലാക്കണം, ഇത് മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻ ആണ്, യൂസിങ് FFT വെച്ചാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 സീക്വൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ആ സീക്വൻസിനെ ഒറ്റ FFT വെച്ച് കാണാനാണ് ചോദിച്ചത്. അങ്ങനെ ആയപ്പോൾ നമ്മൾ ആ 2 സീക്വൻസിനെ കമ്പൈൻ ചെയ്ത് എന്നിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് 8 പോയിന്റ് ആണ്. 8 പോയിന്റിന് നമുക്ക് കാണേണ്ടത് 8-point DFT വെച്ചല്ല, ബൈ യൂസിങ് 4-point DFT. ഇങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. 8-point DFT വെച്ച് കാണാനല്ല ചോദിക്കുക, ബട്ട് ഇൻസ്റ്റെഡ് ബൈ യൂസിങ് 4-point DFT. അപ്പോൾ ഇത് ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേ മെത്തേഡിലായിട്ട് സിമിലാരിറ്റി ഉണ്ട്, ജസ്റ്റ് ഒരു അഡീഷനും കൂടെ വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്, ജസ്റ്റ് നമ്പർ മാത്രമേ മാറ്റിയിടുന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്താണ് 20202020. ഇതെനിക്കൊന്ന് പ്രീവിയസ് മുമ്പത്തെ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് 4-point DFT. ഇപ്പം നമ്മളൊരു G(n) എന്ന് പറഞ്ഞ് കൊടുത്തു. ലെറ്റ് G(n) is equal to 20202020. ഇതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണേ. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീക്വൻസിനെ ഓഡ് സീക്വൻസ് ആയിട്ടും ഈവൻ സീക്വൻസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ഓഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഓഡ് വരുന്നത്. ഇപ്പം ഇവിടെ ഓഡ് എന്ന് പറയുമ്പോൾ ഏതാ? 1, 3, 5, 7. ഈവൻ എന്ന് പറയുമ്പോൾ 0, 2, 4, 6. അപ്പോൾ ആദ്യത്തെ x1(n) ഞാൻ ഈവൻ ആയിട്ട് എടുത്തു. ഈവൻ ആയിട്ട് എടുക്കുമ്പോൾ 0യുടെ വാല്യൂ 2, 2ന്റെ വാല്യൂ 2, 4ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2, 6ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2. ഇനി x2 എന്ന് പറഞ്ഞാൽ ഈവൻ സീക്വൻസ് അല്ല, ഓഡ് സീക്വൻസ് ആണ്. ഓഡ് സീക്വൻസ് ആകുമ്പോൾ 1ന്റെ വാല്യൂ 0, 3യുടെ വാല്യൂ 0, 5ന്റെ വാല്യൂ 0, 7ന്റെ വാല്യൂ 0. ഇത് എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ ആദ്യം കിട്ടിയ സീക്വൻസിനെ ഓടും ഈവനും ആക്കി മാറ്റി. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ കോംപ്ലക്സ് സീക്വൻസ് ആക്കി മാറ്റുക. കോംപ്ലക്സ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x1(n) പ്ലസ് j ഇൻറ്റു x2(n). ഇതിപ്പോൾ എല്ലാം 0 ആയതുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ്. അതായത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. x(n) എന്ന് പറഞ്ഞാൽ 2 പ്ലസ് j ഇൻറ്റു 0, 2 പ്ലസ് j ഇൻറ്റു 0, 2 പ്ലസ് j ഇൻറ്റു 0, 2 പ്ലസ് j ഇൻറ്റു 0. j ഇൻറ്റു 0 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? x(n) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി മാറി? 2, 2, 2, 2. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നമുക്ക് FFT അൽഗോരിതം വെച്ച് ചെയ്യാം. ഇവിടെ ഞാൻ DIF വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. DIF ആയതുകൊണ്ട് നമുക്ക് ആദ്യം 4 പിന്നെ 2. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ ഓർഡറിൽ എഴുതി 2, 2, 2 എന്ന് നോർമൽ ഓർഡറിൽ എഴുതി. എന്നിട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും x(0), x(2), x(1), x(3). അപ്പോൾ അത് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇവിടെയും W40യും W41ഉം ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 8000 എന്ന് കിട്ടും. പക്ഷേ ഇത് റിവേഴ്സ് ഓർഡറിലാണ് കിടക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? കറക്റ്റ് ഓർഡറിൽ എഴുതണം. കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ x(k) എന്ന് പറയുന്നത് 8 വരും. പിന്നെ x(1) എന്ന് പറഞ്ഞാൽ 0 ആണ്, x(2) എന്ന് പറഞ്ഞാൽ 0 ആണ്, x(3) എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 800. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലാതെ ഈ ഓർഡറിലല്ല എടുത്ത് എഴുതിയേക്കണത്. കൃത്യം നോക്കി തന്നെ എഴുതണം. ആദ്യം x(0) എഴുതണം, അത് കഴിഞ്ഞ് x(1) എഴുതണം, പിന്നെ x(2) എഴുതണം, പിന്നെ x(3). അപ്പം നമ്മൾ x(k) കണ്ടുപിടിച്ചു. ഇനി നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ x1(k)യും x2(k)യും കാണും. അപ്പോൾ x1(k)യും x2(k) എങ്ങനെയാണ് ചെയ്യുന്നത്? നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഹാഫ് ഇൻറ്റു x(k) പ്ലസ് x(n)-k ചെയ്യും. x2(k) എന്ന് പറയുമ്പോൾ എന്താവും? 1/2j x(k). ഈ പ്ലസിന് വരെ എന്താവും? മൈനസ് ആവും. അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും കെയുടെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യും? 0 തൊട്ട് n-1 വരെ. അപ്പം 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. ഇത് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഫസ്റ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം 0 ആയതുകൊണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം ഇതെല്ലാം 0 ആയിട്ട് വരുമ്പോൾ നമുക്ക് x1(k) എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 800. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ x2(k) ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1/2j ഇൻറ്റു x(k) മൈനസ് x(n-k) ആണ്.
അത് ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ മൊത്തം 0 ആയിട്ട് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടി x1 ഓഫ് കെയും കിട്ടി x2 ഓഫ് കെയും കിട്ടി. x1 ഓഫ് കെ കിട്ടിയത് 8000യും x2 ഓഫ് കെ എന്ന് പറയുന്നത് മൊത്തം 0 ആണ്. ഇനിയാണ് ഒരു ചേഞ്ച് വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കണത് എന്താണ്? 8 പോയിന്റ് DFT ആണ് കൊടുത്തേക്കണത്. പക്ഷെ നമ്മളത് കാണേണ്ടത് എന്താണ്? 4 പോയിന്റ് DFT. ഇനി നമുക്ക് 8 പോയിന്റ് DFT കാണണ്ടേ? അതിനുള്ള ഇക്വേഷൻ ആണ്. ഇതാണ് അഡീഷണൽ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് കെ ഇസ് ഈക്വൽ ടു x1 ഓഫ് കെ. അതായത് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച x1 ഓഫ് കെ x2 ഓഫ് കെയും വെച്ചാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഓഫ് കെ ഈക്വൽ ടു x1 ഓഫ് കെ പ്ലസ് W2nk x2 ഓഫ് കെ. ഇത് ഇന്നലത്തെ റെക്കോർഡഡ് വീഡിയോയിൽ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാത്രമേ മാറ്റിയിട്ടിട്ടുള്ളൂ. അപ്പം ജി ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ x1 ഓഫ് കെ പ്ലസ് W2nk x2 ഓഫ് കെ. ഇവിടെ 2n എന്ന് പറയുന്നത് കൊടുത്തേക്കണ വാല്യൂ എന്ന് പറയുന്നത് ഹിയർ 2n is equal to 8 ആണ്. കാരണം നമ്മുടെ ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് മൊത്തം എത്രയാണ്? 8 പോയിന്റ് ആണ്. അപ്പൊ 2n ആണ് 8. n എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? 4 ആയിരിക്കും. അതുകൊണ്ടാണ് അപ്പൊ ജി ഓഫ് കെ എന്ന് പറയുന്നത് എന്താവും? x1 ഓഫ് കെ പ്ലസ് W8k x2 ഓഫ് കെ. ഇവിടെ കെയുടെ വാല്യൂ എവിടെ തൊട്ട് വരും? 0 to n-1. 0 to n-1 എന്ന് പറയുമ്പോൾ എവിടം വരെ വരും? 0 to 3 വരെ വേരി ചെയ്യും. 0 to 3 വരെ വരും. അപ്പൊ ഇവിടെ നേരത്തെ പോലെ തന്നെ ജി ഓഫ് 0, ജി ഓഫ് 1, ജി ഓഫ് 2, ജി ഓഫ് 3 കാണണം. പിന്നെ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ x2 എല്ലാം 0 ആയി പോയത് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഫസ്റ്റ് വൺ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? x1 ഓഫ് 0 പ്ലസ് W80 x2 ഓഫ് 0 വരും. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ x1 ഓഫ് 1 പ്ലസ് W81 x2 ഓഫ് 1 വരും. ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ x1 ഓഫ് 2 പ്ലസ് W82 x2 ഓഫ് 2 വരും. ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ x1 ഓഫ് 3 പ്ലസ് W83 x2 ഓഫ് 3. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് എളുപ്പമാണ്, എല്ലാം 0 ആയതുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ജി ഓഫ് കെ അതായത് ജി ഓഫ് 0 കിട്ടി, ജി ഓഫ് 1 കിട്ടി, ജി ഓഫ് 2 കിട്ടി, ജി ഓഫ് 3 കിട്ടി. എന്തൊക്കെ കിട്ടി? 8 0 0 0 കിട്ടി. ഇനി അടുത്ത ബാക്കി 4 എണ്ണോടെ, കാരണം ഇപ്പൊ 4 എണ്ണല്ലേ ആയുള്ളൂ, ഇനി 4 എണ്ണോടെ കണ്ടുപിടിക്കണ്ടേ? കാരണം നമുക്ക് 8 പോയിന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ 4 എണ്ണയെ കണ്ടുപിടിച്ചോളൂ. ബാക്കി 4 എങ്ങനെ കണ്ടുപിടിക്കണം? അതിന്റെ ഇക്വേഷൻ ആണ് ജി ഓഫ് കെ പ്ലസ്. അപ്പൊ ഇതാണ് അഡീഷൻ വരുന്ന ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഇതാണ് ജി ഓഫ് കെ ഈക്വൽ ടു x1 ഓഫ് കെ പ്ലസ് W8k x2 ഓഫ് കെയും അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഓഫ് കെ പ്ലസ് എൻ ഈക്വൽ ടു x1 ഓഫ് കെ മൈനസ്, അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും, ഇവിടെ കെക്ക് പകരം എന്താവും? കെ പ്ലസ് എൻ ആവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? ജി ഓഫ് കെ പ്ലസ് 4. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. 2n ആണ് 8. അപ്പൊ ജി ഓഫ് കെ പ്ലസ് 4 ഇസ് ഈക്വൽ ടു x1 ഓഫ് കെ മൈനസ് W8k x2 ഓഫ് കെ എന്ന് വരും. അതാണ് വരുന്നത്. ഇപ്പൊ നേരത്തെ പോലെ തന്നെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് എളുപ്പമാണ്. കെക്ക് എന്ത് കൊടുക്കുക? കെക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കുക? 0 1 2 3 കൊടുക്കുക. അപ്പൊ ജി ഓഫ് 4 കിട്ടും. ജി ഓഫ് 4 എന്ന് പറഞ്ഞാൽ കെക്ക് 0 കൊടുത്തപ്പോഴാണ്, കാരണം 0 പ്ലസ് 4 അപ്പൊ എത്ര വരും? 4. പക്ഷെ ഇവിടെ കെക്ക് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഒരിക്കലും 4 കൊടുക്കരുത്. കെക്ക് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? 0 ആണ്. ഇത് പ്ലസ് 4 ചെയ്തുകൊണ്ടാണ് 0 പ്ലസ് 4 എന്ന് പറഞ്ഞത്. അപ്പൊ x1 ഓഫ് 0 മൈനസ് W80 x2 ഓഫ് 0. x1 ഓഫ് 0 ഓൾറെഡി നമുക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താ? x1 ഓഫ് കെയും നമ്മൾ കണ്ടുപിടിച്ചു, x2 ഓഫ് കെയും കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 4 5 എന്ന് വരാൻ കാരണം എന്താ? 5 വന്നത് 1 പ്ലസ് 4 ആണ്. അത് ഓർത്താണേ, 1 പ്ലസ് 4 ആണ് നമുക്ക് 5 കിട്ടിയത്. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നതാണ് കെയുടെ വാല്യൂ. അപ്പൊ നേരത്തെ പോലെ തന്നെ x1 ഓഫ് 1 മൈനസ് W81 x2 ഓഫ് 1. അടുത്ത എന്താണ്? 2 പ്ലസ് 4 ആണ് അല്ലെ? 2 പ്ലസ് 4. അടുത്ത ലാസ്റ്റ് കട്ടായി പോയതാ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. 2 പ്ലസ് 4 ഈക്വൽ ടു എന്ത് തരും? x2 ഓഫ് 2 മൈനസ് W82 x2 ഓഫ് 2 എന്ന് വരും. ഇനി ലാസ്റ്റ് വൺ എന്തായിരിക്കും വരുന്നത്? ജി ഓഫ് 7. അപ്പൊ ജി ഓഫ് 7 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 പ്ലസ് 4 ആണ് അല്ലെ? 3 പ്ലസ് 4. ജി ഓഫ് 3 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു x1 ഓഫ് 3 മൈനസ് W83 വരും. 83 x2 ഓഫ് 3 എന്ന് വരും. അതാ ലാസ്റ്റ് കട്ടായി പോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ടാമത് എഴുതി കാണിക്കുന്നത്. x2 ഓഫ് 3 എന്ന് വരും. അപ്പൊ നമുക്ക് x1 ഓഫ് 3യുടെ വാല്യൂ അറിയാം, x2 ഓഫ് 3യുടെ വാല്യൂ കൊടുക്കുമ്പോൾ x1 ഓഫ് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, x2 ഓഫ് 3യുടെ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് ഇതും കിട്ടുന്നത് എന്താണ്? ആൻസർ 0 എന്നാണ് കിട്ടുന്നത്. നോക്കിയാൽ മതി, കണ്ടോ? x1 ഓഫ് കെ എന്ന് പറഞ്ഞാൽ ആകെ വരുന്നത് എത്രയേ ഉള്ളൂ? 800. അപ്പൊ x1 ഓഫ് 3യുടെ വാല്യൂ 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0 കിട്ടി.
ഇനി കിട്ടിയതിനെ എല്ലാം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെ വരും? ആദ്യത്തെ വാല്യൂ 8, അതാണ് ഇവിടെ 8 എഴുതിയേക്കണേ. പിന്നെ എന്തൊരു 0 അത് എഴുതി, അടുത്തത് 0 അതിവിടെ എടുത്ത് എഴുതി, അടുത്ത 0 അതിവിടെ എടുത്ത് എഴുതി, പിന്നെ എന്തുവാണ് 8 ആണ് ദാണ്ട് ഇവിടെ എടുത്ത് എഴുതിയേക്കണത്. അടുത്ത എന്താണ് 0 അതാണ് ദാണ്ട് ഇവിടെ വന്നേക്കുന്നത്. അടുത്ത 0 എന്ന് പറയുന്നത് ഇവിടെ വന്നു. ലാസ്റ്റ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച 0. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? സോ ദ ആൻസർ ഇസ് 8 0 0 0, 8 0 0 0. അപ്പം നമ്മൾ 8 എണ്ണം കണ്ടുപിടിച്ചു. 1 2 3 4 5 6 7 8. കണ്ടോ? ഈ 8 പോയിന്റ് DFT കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് എന്ത് മാത്രമാണ്? 4 പോയിന്റ് DFT യൂസ് ചെയ്ത് മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ ഒരു അഡീഷൻ സ്റ്റെപ്പ് വെച്ചാണ് ഇത് ചെയ്തത്. ഇതേ ടൈപ്പ് പ്രോബ്ലം ആണ് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇന്നലെ ഡിസ്കസ് ചെയ്ത ഇച്ചിരി കൂടെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ ഇതാണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ആപ്ലിക്കേഷൻ ഓഫ് FFTയിൽ വരുന്നതാണ്. രണ്ട് ടൈപ്പാണുള്ളത്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 സീക്വൻസസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു സിംഗിൾ വെച്ച് കണ്ടുപിടിക്കാം. അതായത് 2 സെപ്പറേറ്റ് സീക്വൻസ് കൊടുക്കും, ആ സീക്വൻസിൽ നിന്ന് സിംഗിൾ 4 പോയിന്റ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 8 2n സീക്വൻസ് കൊടുക്കും. 2n സീക്വൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് n സീക്വൻസ്, അതാണ് 2n. മിക്ക കേസിലും ഇങ്ങനെയുള്ള ടൈപ്പ്, അതായത് 8 പോയിന്റ് കൊടുത്തിട്ട് ഒരു സിംഗിൾ 4 പോയിന്റ് വെച്ച് കാണാൻ ചോദിക്കും. ഇതാണ് 2 ടൈപ്പ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലം നമ്പർ മാറ്റിയിട്ടേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.